ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തുക. ഭദ്രകാളി പ്രധാനമായൊരു നക്ഷത്രമാണിത്. ഭരണി നക്ഷത്രം രാശിചക്രത്തിൽ മേടം രാശിയിലെ രണ്ടാമത്തെ നക്ഷത്രം. ഇവർ ഏറ്റെടുക്കുന്ന ജോലി ഭംഗിയായി പൂർത്തിയാക്കും. സ്വപ്രയത്നത്തിനുള്ള ഫലം അനുഭവിക്കാവുന്നതാണ് ഇവർക്ക് ഏറെ ഇഷ്ടം. വ്യാപാരത്തിലൊക്കെ കാർഷിക മേഖലയിലൊക്കെ നന്നായിട്ട് അവരുടെ കഴിവ് തെളിയിക്കും. ആരോഗ്യ മേഖലയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും. എന്നാൽ സഹപ്രവർത്തകരെ തിരഞ്ഞെടുക്കാൻ ഭരണിക്കാർ യോഗ്യരാണ്. സഹിഷ്ണുത, സഹാനുഭൂതി എന്നീ ഗുണങ്ങൾ ഇവരിൽ കാണാനാകും. മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും ഇവരുടെ ബുദ്ധിയിൽ ഉദിക്കും. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അത് പ്രകടിപ്പിക്കുകയും അത് പുതിയ പ്രവർത്തനങ്ങളിൽ അതുകൊണ്ട് തുടങ്ങുന്നതിനൊക്കെ അവർ ശ്രമിക്കും. പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും. ഇതിൻ്റെ കാരണം ഭാവാധിപത്യം 3 ബുധനും ഭാവാധിപത്യം 10 ശനിയും വരുന്നത് കൊണ്ടാണ്. ലക്ഷ്യത്തിന് വേണ്ടി സ്ഥിര പരിശ്രമം ചെയ്യാനുള്ള ഒരു ധൈര്യം ഇവർക്കുണ്ടായിരിക്കും. ഇവർക്ക് പിതാവിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കുറവായിരിക്കും. കാരണം ഭാവാധിപൻ 9 ഗുരുവായതുകൊണ്ട്, നക്ഷത്രാധിപൻ ശുക്രനായതുകൊണ്ടും ഇവർ തമ്മിലുള്ള ശത്രുതയാണ് ഇതിന് കാരണം. എന്നാൽ ഈ ഭരണ നക്ഷത്രക്കാരുടെ മാതാവിന് സന്താനങ്ങളിൽ നിന്നും ആനുകൂല്യമൊന്നും കിട്ടുകയില്ല. ഇവരുടെ അമ്മമാർ ഇവരെ പ്രതി ഒരുപാട് ക്ലേശിക്കേണ്ടതായിട്ട് വരും. മാതാവിന് സന്താന സ്ഥാനമായ വൃശ്ചികത്തിൽ നീചം ഭവിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം അതുതന്നെയാണ്. ഭരണിക്കാർ സഹോദരങ്ങളിൽ നിന്നും ആനുകൂല്യം അവർക്ക് കുറവായിരിക്കും. ഭരണിക്കാർക്ക് അതും ഭാവാധിപൻ ബുധൻ 6-ാം ഭാവാധിപത്തിൽ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആയില്യം ഭരണി നക്ഷത്രത്തിലുള്ള സഹോദരവർഗ്ഗക്കാരുണ്ടെങ്കിൽ, അതായത് ആയില്യം കേട്ടയും നാളുള്ള സഹോദരന്മാർ ഇവർക്കുണ്ടെങ്കിൽ ഇവർക്ക് എപ്പോഴും ശത്രുത ഉണ്ടാകും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.